2024-2025 ഫൈനാൻഷ്യൽ ഇയറിലത്തെ സ്റ്റാമ്പിങ്ങിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് നമുക്ക് PO ഒന്നും ഇല്ലാണ്ട് കിട്ടാനായി നമുക്കൊരു ഡോക്യുമെൻറ്റ് ഉണ്ടാക്കണം. ആ ഡോക്യുമെൻറ്റിൽ ഫസ്റ്റ് വേണ്ടത് പമ്പിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവോയ്സാണ്. ഇൻവോയ്സിൽ നമുക്ക് ഡേറ്റ് വേണം, റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് വേണം, ഓഗസ്റ്റിന് ശേഷം പ്രിഫറബിളി ഉള്ളൊരു ഡേറ്റ്. പിന്നെ ഇൻവോയ്സ് നമ്പർ ഒരെണ്ണം വേണം. പിന്നെ അതിൽ സെയിൽസ് ഓഫീസറിൻ്റെ സിഗ്നേച്ചറാണ് വേണ്ടത്. സെയിൽസ് ഓഫീസറിൻ്റെ നോർമൽ സിഗ്നേച്ചർ, പിന്നെ ഡീലറിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡീലറിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങളുടെ ഓഡിറ്ററിൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ വേണ്ടത് മെട്രോളജിയിൽ നിന്ന് കിട്ടിയ റെസിപ്റ്റ്, ഈ ചലാൻ, പിന്നെ അവിടെ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്. അതിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ക്ലിയർ ആയിട്ട് വേണം. ആദ്യം നമ്മൾ ഈ കണക്ട് BPCLൻ്റെ ഈ കണക്ട് വെബ്സൈറ്റിൽ വരിക. അതിൽ നിങ്ങളുടെ CC നമ്പറാണ് നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് അടിക്കുക, ക്യാപ്ച, ലോഗിൻ, മൈ അപ്ലിക്കേഷൻസ്, ഡീലർ പേയ്മെൻറ്റ്സ്. അതിൽ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഇതിൽ സർട്ടിഫിക്കറ്റിലുണ്ടാവും. ഗോ. ഇതിൽ ഡീലേഴ്സ് ഇൻവോയ്സ് നമ്പർ, അത് എന്തെങ്കിലും നമ്പർ അടിച്ചാൽ മതി നമ്മുടെ ഇൻവോയ്സിൽ. പിന്നെ ഡീലേഴ്സ് ഇൻവോയ്സ് ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ ഓഗസ്റ്റിന് ശേഷമുള്ളൊരു ഡേറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും സ്റ്റാമ്പിങ് സർട്ടിഫിക്കറ്റിൽ. സർട്ടിഫിക്കറ്റ് ഡേറ്റും ഉണ്ടാവും. വെണ്ടർ കോഡ് കൊടുക്കുക. അതിലേതൊക്കെ MPD സ്റ്റാമ്പ് ചെയ്തു എന്ന് കൊടുക്കുക. അതിലെത്ര നോസിലുണ്ടായിരുന്നു എന്ന് കൊടുക്കണം. സ്റ്റാമ്പിങ് ടൈപ്പ് ആനുവൽ സ്റ്റാമ്പിങ്, അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ കിട്ടും. ഫൈനലി അപ്ലോഡ് ചെയ്യുക. സബ്മിറ്റ്.